കേരളത്തിന്റെ സ്വന്തം ആനവണ്ടി കെ.എസ്.ആർ.ടി.സി ഇന്ന് വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ്. സ്ത്രീകൾക്ക് കെ.എസ്.ആർ.ടി.സിയിൽ സൗജന്യ യാത്ര നടപ്പിലാക്കാൻ പോകുന്നു എന്ന വാർത്തകൾ വന്നതു മുതൽ ജനങ്ങൾക്കിടയിലും പ്രത്യേകിച്ച് കെ.എസ്.ആർ.ടി.സി ജീവനക്കാർക്കിടയിലും വലിയൊരു ചർച്ച സജീവമാണ്. നിലവിൽ തന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ഇത്തരമൊരു സൗജന്യ പദ്ധതി കൂടി വരുമ്പോൾ അത് താങ്ങാൻ കഴിയുമോ? എല്ലാ മാസവും കൃത്യമായി ശമ്പളവും പെൻഷനും കിട്ടാൻ ജീവനക്കാർ സമരം ചെയ്യേണ്ടി വരുന്ന അവസ്ഥയുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഈ പുതിയ തീരുമാനം വഴി ശമ്പളവും പെൻഷനും പൂർണ്ണമായി മുടങ്ങിപ്പോകുമോ എന്നൊരു വലിയ ഭയവും ടെൻഷനും ജീവനക്കാർക്കുണ്ടായിരുന്നു. എന്നാൽ ഈ ആശങ്കകൾക്കെല്ലാം ഇപ്പോൾ വളരെ വ്യക്തമായ ഒരു മറുപടി വന്നിരിക്കുകയാണ്. സൗജന്യ യാത്ര പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായും ഉയരുന്ന ചോദ്യം ഇതാണ്: ആനവണ്ടിക്ക് ഇതിനുള്ള പണം എവിടെ നിന്ന് കിട്ടും? കാരണം പ്രതിദിന കളക്ഷനെ ആശ്രയിച്ചാണ് കെ.എസ്.ആർ.ടി.സിയുടെ ഒരു ദിവസത്തെ ഇന്ധന ചെലവ് പോലും മുന്നോട്ടു പോകുന്നത്. അപ്പോൾ സ്ത്രീകളുടെ യാത്ര പൂർണ്ണമായും സൗജന്യമാക്കിയാൽ ഉണ്ടാകുന്ന വരുമാന നഷ്ടം കെ.എസ്.ആർ.ടി.സിയെ കൂടുതൽ കടക്കണിയിലാക്കില്ലേ? ഈ ചോദ്യം ജീവനക്കാർക്കൊപ്പം അവരുടെ കുടുംബങ്ങളെയും വല്ലാതെ അലട്ടിയിരുന്നു. പെൻഷൻ പ്രായം കഴിഞ്ഞവർ, ജീവിതത്തിന്റെ നല്ലൊരു പങ്കും ഈ പ്രസ്ഥാനത്തിനു വേണ്ടി മാറ്റിവെച്ചവർ, അവർക്കൊക്കെ ഈ വാർത്ത വലിയൊരു മാനസിക വിഷമമാണ് ഉണ്ടാക്കിയത്. എന്നാൽ ഈ വിഷയത്തിൽ ഇപ്പോൾ വളരെ ആശ്വാസകരവും കൃത്യവുമായ ഒരു വിശദീകരണം വന്നിരിക്കുകയാണ്. പ്രമുഖ രാഷ്ട്രീയ നേതാവും ആസൂത്രണ ബോർഡ് മുൻ അംഗവുമായ സി.പി. ജോൺ ഈ ആശങ്കകളെ പൂർണ്ണമായും തള്ളിക്കളയുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ജീവനക്കാർക്ക് വലിയൊരു ആശ്വാസമാണ് നൽകുന്നത്. അദ്ദേഹം വ്യക്തമാക്കുന്നത് എന്തെന്നാൽ, സ്ത്രീകൾക്ക് സൗജന്യയാത്ര നടപ്പിലാക്കിയതുകൊണ്ട് കെ.എസ്.ആർ.ടി.സി ജീവനക്കാരുടെ ശമ്പളമോ പെൻഷനോ ഒരു കാരണവശാലും മുടങ്ങില്ല. എന്തുകൊണ്ടാണ് അദ്ദേഹം അത്ര ഉറപ്പിച്ചു പറയുന്നത്? അതിനു പിന്നിൽ സർക്കാരിന് വ്യക്തമായ പ്ലാനും ബദൽ മാർഗങ്ങളുമുണ്ട് എന്നത് തന്നെയാണ് കാരണം. ഇത് വെറുതെ ഒരു പ്രഖ്യാപനം മാത്രമല്ല, കൃത്യമായ ഒരു സാമ്പത്തിക മാതൃകയുടെ അടിസ്ഥാനത്തിലാണ് നടപ്പിലാക്കാൻ പോകുന്നത്. ഒന്നാമതായി, ഈ സൗജന്യ യാത്രയുടെ സാമ്പത്തിക ബാധ്യത കെ.എസ്.ആർ.ടി.സി നേരിട്ട് വഹിക്കേണ്ടി വരുന്നില്ല. പകരം സ്ത്രീകൾ യാത്ര ചെയ്യുന്ന ടിക്കറ്റ് തുക സർക്കാർ പ്രത്യേക സബ്സിഡിയായി കെ.എസ്.ആർ.ടി.സിക്ക് നേരിട്ട് നൽകും. രണ്ടാമതായി, മറ്റ് സംസ്ഥാനങ്ങളിലെ മാതൃകകൾ പരിശോധിച്ചാൽ മനസ്സിലാകും. ഇത്തരമൊരു പദ്ധതി വഴി ബസ്സുകളിലെ യാത്രക്കാരുടെ എണ്ണം വലിയ രീതിയിൽ വർദ്ധിക്കും. ഇത് മറ്റു വഴികളിലൂടെയുള്ള കോർപ്പറേഷന്റെ വരുമാനം കൂട്ടാനും സഹായിക്കും. നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്ടിലും കർണാടകത്തിലും സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ചപ്പോൾ അവിടെയൊന്നും ആ ഒരു പ്രസ്ഥാനം പൂട്ടിപ്പോവുകയോ ജീവനക്കാർക്ക് ശമ്പളം ഇല്ലാതാവുകയോ ചെയ്തില്ല. അവിടെയൊക്കെ സർക്കാർ ബഡ്ജറ്റിൽ ഇതിനായി പ്രത്യേക തുക മാറ്റിവെക്കുകയാണ് ചെയ്തത്. കേരളത്തിലും ഇതേ പ്ലാൻ തന്നെയാണുള്ളത്. ഇതിനായി പ്രത്യേകം ഒരു ബഡ്ജറ്റ് വിഹിതം സർക്കാർ നീക്കിവെക്കും. അതുവഴി കെ.എസ്.ആർ.ടി.സിയുടെ ദൈനംദിന കളക്ഷനെ ബാധിക്കാതെ തന്നെ ഈ തുക കൃത്യമായി കോർപ്പറേഷന്റെ അക്കൗണ്ടിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ ജീവനക്കാരുടെ ശമ്പളത്തെയോ പെൻഷനെയോ ഈ പദ്ധതി ദോഷകരമായി ബാധിക്കില്ല എന്ന് സി.പി. ജോൺ അടിവരയിട്ട് പറയുന്നു. വിപണിയിൽ പണലഭ്യത കൂടാനും സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം വർദ്ധിക്കാനും ഇത് സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. ചുരുക്കത്തിൽ, മാറ്റങ്ങൾ വരുമ്പോൾ ആശങ്കകൾ സ്വാഭാവികമാണ്. കെ.എസ്.ആർ.ടി.സി പോലെ വലിയൊരു പ്രസ്ഥാനത്തിൽ ഒരു പുതിയ നിയമം വരുമ്പോൾ ജീവനക്കാർക്ക് ടെൻഷൻ ഉണ്ടായതിൽ തെറ്റു പറയാൻ കഴിയില്ല. എന്നാൽ സി.പി. ജോൺ പറഞ്ഞതുപോലെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെങ്കിൽ ഈ പദ്ധതി കെ.എസ്.ആർ.ടി.സിക്ക് ഒരു ശാപമല്ല, മറിച്ച് കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു വലിയ അവസരമായി മാറും. ശമ്പളവും പെൻഷനും മുടങ്ങുമെന്ന പേടി ജീവനക്കാർക്ക് ഇനി വേണ്ടതില്ല എന്ന് തന്നെ പ്രത്യാശിക്കാം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? കെ.എസ്.ആർ.ടി.സിയിലെ ഈ മാറ്റം കെ.എസ്.ആർ.ടി.സിയെ വളർത്തുമോ അതോ തളർത്തുമോ? താഴെ കമന്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക.